അമ്മ അതൊന്നും അതിന് സ്വർണ്ണമല്ലല്ലോ, ഒക്കെ ഇമിറ്റേഷൻ അല്ലേ. അത് വിട്ടിട്ട് ഞാൻ എങ്ങനെയാ പൈസ അയച്ചു കൊടുക്കുക? നീ അപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഞാനിനിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഏട്ടനെല്ലാം കണ്ടു ബോധ്യപ്പെട്ടതല്ലേ. പൈസയാണ് ഏറ്റവും വലുതല്ലേ. സ്നേഹത്തിനും ബന്ധത്തിനൊന്നും ഒരു വിലയില്ല. തെറ്റുപറ്റിയത് എനിക്കാ. ഇതൊക്കെ ഞാൻ മുമ്പേ മനസ്സിലാക്കണമായിരുന്നു. നീ അന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞ് ഞാനതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഇങ്ങനെ പോയെന്തായാലും ശരിയാവില്ല. നമ്മളിങ്ങനെ താഴ്ത്തി കെട്ടുന്നവർ മുന്നിലേ പലയിടത്തും നമുക്ക് നടക്കണ്ടേ. എൻ്റെ ഒരു കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഗൾഫിലാ. അവളോട് പറഞ്ഞപ്പോഴേ ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ടൊരു വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൾഫിലേക്ക് പോകാനോ? വേറെ ഇപ്പൊ എന്താ ചെയ്യാ? നാട്ടില് ജോലി ചെയ്യുകയാണെങ്കിൽ ഈ കുഞ്ഞു ശമ്പളത്തിന് വർക്ക് ചെയ്യാനേ പറ്റൂ. അതാണെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ മാസാവസാനം ആവുമ്പോഴേക്കും ആ കാര്യത്തിന് ഈ കാര്യത്തിന് കൊണ്ട് തീരുകയും ചെയ്യും. അത്യാവശ്യം പൈസ ഒക്കെ കയ്യിൽ നിൽക്കണമെങ്കിൽ പുറത്തു പോയി തന്നെ ജോലി ചെയ്യണം. നിങ്ങളുടെ അനിയനൊക്കെ പുറത്തല്ലേ വർക്ക് ചെയ്യണത്, അതുകൊണ്ടല്ലേ അവർക്ക് ഇത്രമാത്രം സമ്പത്ത്. അധികമൊന്നും വേണ്ട, ഒരു 4-5 വർഷം ഒന്ന് പിടിച്ചു നിന്നാല് നമ്മള് ചെറുതായിട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടും. അവനൊക്കെ ഒരു മനുഷ്യനാണോ? എന്താങ്ങളാണ് അവൻ? കല്യാണത്തിന് മുമ്പ് ഒരു 10,000 രൂപ കൊടുത്ത് ഫോൺ വാങ്ങി തന്നു പറഞ്ഞിട്ട് ഇപ്പോഴും കണക്ക് പറഞ്ഞോണ്ടിരിക്കുക. വേണ്ട, അമ്മേന്റെ കയ്യിൽ നിന്ന് 5 പൈസ അവന് കൊടുക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യാം, 1,00,000 രൂപ ഞാൻ ഇപ്പൊ തന്നെ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വേണം, ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഞങ്ങളെ ഒന്നിനും ഗതിയില്ലാത്തവരല്ല. ലക്ഷക്കണക്കിന് രൂപയാ എന്റെ കയ്യിൽ ഇപ്പോ അക്കൗണ്ടിൽ ഉള്ളത്, ഏട്ടന് അയച്ചു തന്നിട്ട്. ആ, അമ്മ അവന് കൊടുക്ക്. എന്നിട്ട് പറയും 1,00,000 രൂപന്റെ ഫോണ് വാങ്ങിക്കോളാം. ഞങ്ങൾക്ക് ഒരാളുടെയും ഔദാര്യം പറ്റേണ്ട കാര്യമില്ല. ആ ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. 1,00,000 രൂപയെന്ന് എനിക്കൊരു വിഷയമല്ല, മനസ്സിലായല്ലോ? അതൊരു 10,000 ഉലുവയും കൊണ്ടുവന്നിട്ട് എന്നോടാ കളി. ആ അമ്മേ, 1,00,000 രൂപയെ ഇപ്പൊ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ പറയും, ഇമാതിരി എച്ചി കണക്കും കൊണ്ട് ഇനി എന്റെ അടുത്തേക്ക് വരരുത്. ഈ ഫൗണ്ടേഷൻ കൊള്ളാം, ഇത് ഓർഡർ ചെയ്യാം. വില നോക്കണ്ട. 1,500 രൂപയൊന്നും വലിയ വിലയൊന്നല്ല. ഹെയർ കെയർ, ഈ കളറ് കൊള്ളാലോ. 800 രൂപ. എന്നാലും ലാഭാ, 40% ഓഫ് ഉണ്ട്. ഇതെടുക്കാം. കാർട്ടിൽ ഇപ്പൊ തന്നെ 6 സാധനങ്ങളായി. 4,500. ഓ, അത്രല്ല കേട്ടോ. ഒരു ജ്വല്ലറിയും കൂടി വാങ്ങാം. അയ്യോ, എന്തൊരു ഭംഗിയാണ് ഈ നെക്ലസ്. ഇത് മതി. അമ്മ എന്താ പഠിപ്പിച്ചു തരാത്ത? നാളെ എക്സാം അല്ലേ? അതൊക്കെ പഠിപ്പിച്ചു തരാം. നീ ഇപ്പൊ ഇങ്ങോട്ട് വാ, മമ്മി ഒരു കാര്യം ചെയ്യാം. വാ, എന്താ ഈ പോപ്കോൺ കഴിച്ചോ? കഴിച്ചോട്ടാ. നമുക്ക് എന്തെങ്കിലും വാങ്ങണോ? ക്യാപ്പ് വേണോ? ഓർഡർ ചെയ്യട്ടെ? എന്ത് വേണേലും പറഞ്ഞോട്ടാ. വാച്ചോ? ഒക്കെ വേണം. സ്മാർട്ട് വാച്ച്? സാംസങ്ങിന്റെ വാച്ചാ? അത് ശരി, അതിന്റെ വാച്ച് ഉണ്ട്. ദൈവമേ, നല്ല വിലയുണ്ടാവുമല്ലോ. സാരല്ല ഏട്ടാ, എന്ത് ചോദിച്ചാലും വാങ്ങി തരും. കഴിച്ചോ? പോപ്കോൺ മതിയെന്നോ? ഓ എന്റെ ദൈവമേ. ആദ്യമൊക്കെ പോപ്കോൺ വാങ്ങി തരുമ്പോ എന്താ പറയാ, എനിക്ക് ഇനിയും വേണം ഇനിയും വേണമെന്ന്. ഓർമ്മയുണ്ടോ അച്ഛൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ്? ഇതാണ് അച്ഛന്മാര് ഗൾഫിലുണ്ടെങ്കിലുള്ള ഗുണം കേട്ടോ. നമുക്ക് അന്ന് ചെറുത് കിട്ടി, ഇന്ന് നമുക്ക് വലുത്. അപ്പൊ കുട്ടിക്ക് കഴിക്കാൻ പോലും വേണ്ട. അയ്യോടാ, റിച്ച് ബോയ്. പോയിട്ടൊന്ന് പഠിച്ചോ, ഞാൻ വരാം. ബുക്കൊക്കെ എടുത്തു വെച്ചോ. ഓ, ഇതാണെങ്കിൽ കേടും വന്നു. ഇത് നന്നാക്കണേ 4,000-5,000 രൂപ കൊടുക്കണം. അവിടെ കിടക്കട്ടെ. അമ്മേ, ഇതെങ്ങനെയുണ്ടെന്ന് പറ. ആ, ബ്ലൗസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇതാര് വാങ്ങിച്ചത്? ആര് വാങ്ങി തന്നു? വേറെ ആര് വാങ്ങാൻ? ഇത് ഞാൻ വാങ്ങിയതാ. ആ, എന്നാലും എന്തിനാ മോളെ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത്? അതെന്താ അമ്മ അങ്ങനെ ഒരു പറച്ചില്? അമ്മേന്റെ മൂത്ത മരുമോൾക്ക് ഇങ്ങനത്തെ ഇട്ടുവിടാന്നുണ്ടോ? ഇളയ മരുമോള് മാത്രം നല്ല സുന്ദരിയായിട്ട് നല്ല കോസ്റ്റ്ലി ആയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണം അല്ലേ? എനിക്കിതൊന്നും പാടില്ല. അയ്യോ, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് നീ വേറെ അവള് വേറെ ഒന്നുമില്ല. നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെയാ. എന്നാലും ഇത്രയും വില കൊടുത്ത് ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ട് നീ എങ്ങോട്ടിട്ടിട്ട് പോകാനാ? എങ്ങോട്ടേക്ക് പോകാനാണെന്നോ?
എന്താ വലിയ വലിയ പാർട്ടികൾ വേണോ? എനിക്ക് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങി പോകാൻ വേണ്ടിയിട്ട്? ഞാൻ പണ്ടത്തെ ശ്രുതിയല്ല, ഗൾഫുകാരന്റെ ഭാര്യ. അത്യാവശ്യം നല്ല രീതിയിൽ ഉടുത്തൊരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരിടയ്ക്ക് ഒരു വിലയൊക്കെ കിട്ടും. 1500 രൂപ കൊടുത്ത് വാങ്ങിയതാ. ഫുള്ള് സ്റ്റോണാ. ഗൾഫിലാണെന്ന് പറഞ്ഞിട്ടേ അവിടെ വെറുതെ ഇരുന്ന് കിട്ടുന്ന പൈസയാണോ? അല്ലല്ലോ, നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് അയച്ചു പൈസ ഇല്ലെന്ന് എനിക്കത്. അമ്മയ്ക്ക് എന്നോട് അസൂയ? അമ്മന്റെ ഇളയ മരുമോളെ വലിയ വലിയ കമ്മലും മാലയും നല്ല വില കൂടിയ സാരി കൊടുത്തിട്ട് പോകുമ്പോ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ. നന്നായിട്ടല്ലേ പറയുന്നത്? ഇത് ഞാന് ആദ്യമായിട്ട് ഇത്രയും വിലയുള്ള ഒരു ബ്ലൗസ് വാങ്ങിയപ്പോ ഇങ്ങനൊന്നും തരംതിരിവ് കാണിക്കാൻ പാടില്ല അമ്മ മരുമക്കളോട്. എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. ഒരു മാല കൂടി വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട് മോളെ. നിങ്ങളൊക്കെ ഇട്ട് കാണുമ്പോഴേ അമ്മയ്ക്ക് നല്ല സന്തോഷമാ. പക്ഷെ വര പറഞ്ഞിട്ട് വേണ്ടേ മോളെ ചെലവാക്കാൻ? വര വന്നിട്ട് തന്നെയാ ചെലവാക്കണേ. അഖിലേട്ടന് പണ്ടത്തെ പോലെ ഒന്നും അല്ല, നല്ല സാലറി ഉണ്ട്. പിന്നെ ഇതുപോലത്തെ 5-6 എന്റെ കയ്യിലുണ്ടമ്മേ. അമ്മയ്ക്ക് വേണേ ഞാൻ തരാം. അയ്യോ, എനിക്ക് വേണ്ട മോളെ. മോള് സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലേ? അത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അത് നന്നായി, ഭാവിയിലേക്ക് നല്ലൊരു കാര്യല്ലേ. അയ്യേ, ഗോൾഡ് ഒന്നും അല്ല. സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇതെല്ലാം ഇമിറ്റേഷനാ. ഒരു 2000-3000 കൊടുത്തത്രേ ഉള്ളൂ. കമ്മലും വളയും ഒക്കെ ഉണ്ട് മാച്ചായിട്ട്. പിന്നെ ഡ്രസ്സിനനുസരിച്ച് മാറ്റി മാറ്റി ഇടാലോ. സ്വർണ്ണമാണെങ്കിൽ ഒന്നും ഇട്ട് നടക്കണ്ടേ. എന്തിനാ ഈ കുട്ടി ആഡംബരം കാണിക്കാൻ പറ്റും ഇങ്ങനെ പൈസ കളയുന്നു? അത്രയ്ക്കുള്ള വരുമാനമൊന്നും എന്റെ മോൻ ഇല്ലാന്ന് എനിക്കറിയാം. ഇല്ലമ്മ, ഞങ്ങളിത് ഇപ്പൊ എത്തിയുള്ളൂ. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പൊ മോനെ കൊണ്ടേ മോളിലും പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നതാ. അവന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഏട്ടന് കുഴപ്പമൊന്നുമില്ല, സുഖായിട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി വിളിച്ചാ. ഇനിയിപ്പൊ രാത്രി വിളിക്കൂ. അവിടെയോ പൈസ എന്തെങ്കിലും വേണേ അയച്ചു കേട്ടോ അമ്മേ. എത്രയാ വേണ്ടേ? 15? ഓ, അതിനെന്താ, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഞാൻ അയച്ചു തരാം. എന്തിനാ ഏട്ടനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടന് സന്തോഷം ഉണ്ടാവും. ആയിക്കോട്ടെ. മോളെ, ആരെ വിളിച്ചോണ്ടിരിക്കുന്നത്? വീട്ടിൽ നിന്ന് അമ്മയാ. അമ്മയെ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാം. എനിക്കേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അമ്മേ? വല്ല പൈസ ആവശ്യമുണ്ടോ? പൈസയൊക്കെ ചെലവിനുള്ളത് ഇളയമോന് ശമ്പളം കിട്ടിയപ്പോഴേ അയച്ചു തന്നിട്ടുണ്ട്. അതൊന്നും വേണ്ട. ഓ, അങ്ങനെ എന്ന് വെച്ചാ മൂത്ത മോന് ഗതിയില്ലാന്നല്ലേ? എന്റെ അമ്മ, എന്റെ ഭർത്താവേ നല്ല ശമ്പളത്തിലാണ് അവിടെ ജോലി ചെയ്യുന്നത്. പൈസക്കൊന്നും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ ഞാനും മോനും അനിയന്റെ ചെലവിൽ കഴിയേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇല്ലേ തന്നെ അവർക്ക് ഭയങ്കര അഹങ്കാരാ. വലിയ പൈസക്കാരന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇനി മുതലേ ആ വെളിച്ചൊന്നും എന്നോട് എടുക്കാൻ നിൽക്കണ്ട ആരും. നീ വെറുതെ എഴുതാപ്പുറൊന്നും വായിച്ചു കൂട്ടണ്ട. അവനയച്ചാലും ഇവനയച്ചാലും കുടുംബത്തിലേക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ ചെറിയവൻ പണ്ട് മുന്നോട്ട് ജോലിക്ക് കയറിയതാ. അവനിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അഖിലാണ് ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ. അവന്റെ എന്തെങ്കിലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ചിലവര് പോലെ 10 രൂപ പോലും വാങ്ങാണ്ടിരിക്കുന്നത്. എന്നാലേ ഇനി മുതൽ അമ്മ അങ്ങനെ ചിന്തിക്കണ്ട. ഞാനും എന്റെ മക്കളും ഒരാളുടെയും അവതാരത്തിൽ കഴിയുന്ന ഏട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇത്ര തിരക്കിട്ട് ഗൾഫ് പോയത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? ഓരോ മാസവും ഞങ്ങൾക്ക് എത്ര രൂപയാണ് ചെലവിന് ഇവിടെ വേണ്ടത് വെച്ചാല് അമ്മ പറഞ്ഞാൽ മതി. ആ പൈസ കൃത്യമായിട്ട് ഞാൻ തന്നോളാം. ആ കാര്യമൊക്കെ നീ വിട്. അത് ഞാൻ എന്റെ മോനോട് സംസാരിച്ചോളാം. ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്ത് കാര്യം? അഖില് വിളിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ കുട്ടിന്റെ സ്കൂൾ മാറ്റാൻ പോകാന്നുള്ളത്. അതുള്ള കാര്യ? ഓ, അതാണോ കാര്യം? അത് ഞാൻ അമ്മേനോട് പിന്നെ പറയാന്ന് വിചാരിച്ചിരുന്നതാണ്. എന്ന് വിചാരിച്ചു നാളെ മറ്റന്നാളൊന്നും വേറെ സ്കൂളിൽ പോകുന്നില്ല. അടുത്ത അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ന്യൂ സ്കൂളിലെ അഡ്മിഷൻ കിട്ടാനൊക്കെ ഭയങ്കര ടൈറ്റാ. അതുകൊണ്ട് ഒരു 3 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തിട്ടേ വേഗം അഡ്മിഷൻ എടുത്തു വെച്ചു. നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. 3 ലക്ഷം രൂപയോ? ഇത്രയും പൈസക്ക് ഡൊണേഷൻ കൊടുത്തിട്ട് ആ കുട്ടിനെ പഠിപ്പിക്കുന്നതിന് വല്ല കാര്യമുണ്ടോ? ഇനി ഫീസോ? ഫീസ് വേറെ. അത് ഏകദേശം ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് വരും. എന്തായാലും ഒരു 5 ലക്ഷം രൂപയില് 3-ാം ക്ലാസ് അങ്ങോട്ട് തീർന്നു കിട്ടും. മക്കളെ വിദ്യാഭ്യാസത്തിനും കൂടി വേണ്ടല്ലേ ഈ അച്ഛനമ്മമാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതിന് അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നില്ലല്ലോ. അവൻ മാത്രമല്ല അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നീ എന്തിനാ അവനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പാ? മൂത്ത മോന്റെ മക്കൾ നല്ല സ്കൂളിൽ പഠിക്കണ്ടെന്നാണോ? എന്റെ മോനും വലിയ വലിയ സ്കൂളിൽ പഠിക്കണം, വലിയ ആളാണെന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. ഏട്ടന് കുഴപ്പമില്ലല്ലോ. പിന്നെ എന്താ? അവർ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുക മോളെ. നമ്മളെ വീട്ടിൽ നിന്ന് അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് വിളിച്ചു പറയുമ്പോഴേ അവരുടെ കയ്യിലില്ലെങ്കിൽ അവർ കടം വാങ്ങി അയക്കും. എന്തുകൊണ്ടറിയോ? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ. അവരയക്കുന്ന 10 വയസ്സ് പോലും നഷ്ടപ്പെടുത്താണ്ട് നോക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ഭാര്യമാരുടെ കടമയാ. ഓ പിന്നെ തൽക്കാലം അമ്മ മക്കളെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊന്നും ഇടപെടാൻ നിൽക്കണ്ട. പഠിക്കുന്നത് ABCD ആണെങ്കിലും വലിയ വലിയ സ്കൂളിലേക്ക് പോകുമ്പോഴേ അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കേണ്ടി വരും. ഇതൊരു ബിസിനസ് തന്നെയല്ലേ. അമ്മയ്ക്ക് എന്താ അറിയാം ഇന്നത്തെ ട്രെൻഡിനെ കുറിച്ച്?
എന്താ ഇവളെയൊക്കെ ചെയ്യാ? കുഞ്ഞിന് പഠിപ്പിച്ച് ജോലിയാകുന്നവരൊക്കെയുള്ള പൈസയാണ് ഈ 3ാം ക്ലാസ്സിൽ കൊണ്ട് കളയാൻ പോകുന്നത്. ഇവളെ ഇങ്ങനെ വിട്ട് എന്തായാലും പറ്റില്ല. അല്ല ഏട്ടാ, എന്താ പറ്റിയത്? ഇപ്രാവശ്യം പൈസ കുറവാണല്ലോ അയച്ചിരിക്കുന്നത്. അല്ല, സാധാരണ മുഴുവൻ പൈസ അയക്കാറുള്ളതല്ലേ? ചെറിയൊരു പൈസയല്ലേ ഏട്ടന്റെ ചെലവിന് വേണ്ടി വെക്കൂ. അമ്മയ്ക്കോ? അമ്മയ്ക്ക് എന്തിനാ അയച്ചു വിട്ടെ? അല്ല ഹലോ ഹലോ അമ്മേ, ഏട്ടൻ അമ്മയ്ക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ടോ? അയച്ചു തന്നു. ഇവിടെ ചെലവിന് പൈസ വേണ്ടേ? അതെന്തിനാ അമ്മ ഏട്ടനോട് പൈസ വാങ്ങിയത്? ഞാൻ തരില്ലേ? ഞാൻ ചോദിച്ചല്ലായിരുന്നോ ചെലവിന് എന്തെങ്കിലും വേണോന്ന്? അത് നിനക്കെന്താ? ഞാൻ എന്റെ മോനോടല്ലേ പൈസ ചോദിച്ചത്. ഇനി കല്യാണം കഴിഞ്ഞ ആൺമക്കൾ അമ്മയ്ക്ക് ചെലവിന് തരണമെന്നുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. സാധാരണ ഏട്ടൻ എനിക്ക് മുഴുവൻ പൈസ അയച്ചു തരുന്നതാ. ചെറിയൊരു പൈസ മാത്രം ചെലവിന് വെക്കൂ. ഇതിപ്പോ എനിക്ക് അയച്ചു തരുന്ന പൈസ 3/4 ഭാഗവും അമ്മയ്ക്കാ തന്നിരിക്കുന്നത്. ഈ ചെറിയ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് വേറെ ചെലവൊന്നും ഇല്ലാലോ. ചെലവ് മുഴുവനും കുടുംബത്തിലല്ലേ. നിനക്ക് തന്ന പൈസ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്. എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ? ഈ ചെറിയ പൈസ തന്നിട്ട് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിന്നെക്കായാലും ചെലവ് കുടുംബത്തിലുണ്ട്. നിനക്കും പിള്ളേർക്കും ഭക്ഷണം കഴിക്കണ്ടേ? ഇഷ്ടം പോലെ സാധനങ്ങൾ വേണം. അതിനൊക്കെ നല്ലോണം പൈസ വേണം. ഒന്നും വെറുതെ ആവില്ല. അമ്മ എന്താ ഞാനും മക്കൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കണക്ക് പറയാ? കണക്ക് പറയണ്ട വന്നാ പറയണം. ഇനി അടുത്ത മാസമേ കുറച്ചും കൂടി കൂടുതൽ ചെലവിടെ ഉണ്ട്. ഞാൻ അവനോട് പറയും, മോനെ കുറച്ചും കൂടി പൈസ അമ്മ കൂടുതൽ അയച്ചാന്നുള്ളത്. പിന്നെ എന്റെ അമ്മ എനിക്ക് അത്ര അയച്ചു, നിങ്ങൾക്ക് ഇത്ര അയച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കണക്ക് നീ പറയാൻ പാടില്ല. കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ഓ ഷോ, ഈ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്തൊരു കഷ്ടാ നോക്കണേ. നിന്നെ അവൻ വിളിച്ചോ? ഇല്ല ചാ, വിളിച്ചിട്ടില്ല. 3 ദിവസമായി ഏട്ടൻ വിളിച്ചിട്ട്. അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടണില്ല. ഇതെന്താ കുട്ടി എന്നെയും വിളിച്ചിട്ടില്ലല്ലോ മോളെ 2-3 ദിവസമായിട്ട്? എന്നാലേ ഇന്ന് രാവിലെ അജിത്തിനെ വിളിച്ചിട്ടുണ്ടാവേ. അതെന്താ നമ്മളെ ആരെയും വിളിക്കാണ്ട് അജിത്തിനെ മാത്രം വിളിച്ചിരിക്കുന്നേ? അവന്റെ ജോലി പോയി. നമ്മളെ വിളിച്ചു പോയ ഒരു വിഷമം. അതാണ് അവൻ അജിത്തിനെ വിളിച്ച് പറഞ്ഞത്. ആരോട് കടം വാങ്ങിയിട്ടുണ്ട്, പിന്നെ ടിക്കറ്റിന് പൈസ, അങ്ങനെ 5 ലക്ഷം റുപ്യ അയച്ചു കൊടുത്തിട്ട് വരാൻ പറ്റൂ. അവൻ എന്തിനു ഇത്രയും പൈസ കടം വാങ്ങിയത്? അതിന് മാത്രം ഒരാവശ്യം കുടുംബത്തിലില്ലാലോ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ അങ്ങനെ അയച്ചു കൊടുക്കണം, എന്നാലും വരാൻ പറ്റൂ. അജിത്തിനടുത്ത് പറഞ്ഞിട്ട് 5 ലക്ഷം അയച്ചു കൊടുക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ ഇത്രയും കാലം പണിയെടുത്തിട്ടേ അജിത്തിനല്ലേ അയച്ചു കൊടുത്തിരുന്നത്. അയച്ചു കൊടുത്ത് മുഴുവൻ ഇവൾക്കാ. നീ വേഗം എന്റെ മോൻ 5 ലക്ഷം അയച്ചു കൊടുക്ക്. എന്റെ മോൻ ഇങ്ങോട്ട് വരുത്തിക്ക്. അമ്മ, ഇത്രയും പൈസ ഞാൻ എവിടെ നിന്ന് എടുത്ത് അയച്ചു കൊടുക്കാനാ? കഴിഞ്ഞ മാസം ഏട്ടൻ പൈസ ഒന്നും അയച്ചിട്ടില്ലായിരുന്നു. എന്തെങ്കിലും തരുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. ഏട്ടനാണെങ്കിൽ ഫോണും എടുക്കില്ലായിരുന്നു. എന്റെ കയ്യിലിപ്പോ 1 രൂപ പോലും എടുക്കാനില്ല. എന്ത്? നിന്റെ 1 രൂപ പോലും എടുക്കാനില്ലാന്നോ? എല്ലാ മാസം 50,000 60,000 വെച്ചാൽ നിനക്ക് അയച്ചു തരുന്നത്. അതൊക്കെ എവിടെ പോയി? അത് പോകട്ടെ, നീ കുറെ ആഭരണങ്ങൾ വാങ്ങിച്ചു കൂടിയിട്ടുണ്ടല്ലോ, അത് വിക്ക്. എന്നിട്ട് പൈസ അയച്ചു കൊടുക്കാന്. അമ്മ, അതൊന്നും അതിന് സ്വർണ്ണം അല്ലല്ലോ, ഒക്കെ ഇമിറ്റേഷൻ അല്ലേ. അത് വിട്ടിട്ട് ഞാൻ എങ്ങനെയാ പൈസ അയച്ചു കൊടുക്കുക? അപ്പൊ അവൻ അയച്ച പൈസ മുഴുവൻ ദൂർത്തടിച്ച് കളഞ്ഞു അല്ലേ? ബാക്കി പൈസ മുഴുവൻ നിന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. നീ എന്താ വിചാരിച്ചു ഞാനൊന്നും അറിയില്ല എന്നാ? നിന്റെ വീട്ടുകാരോട് പറയും അവന് കൊണ്ടുവരാൻ. ഇനി ഒന്നും വേണ്ടിട്ട് കാര്യമില്ല. അജിത്തിനോട് ഞാൻ പറയാം പൈസ അയച്ചു കൊടുക്കാൻ. ഇതിന്റെ പേരാ പറയുന്നത് ഭർത്താക്കന്മാരെ വഞ്ചിക്കുക എന്നുള്ളത്. നീ ഇത്രയും പൈസ അവന് അയച്ചു തന്നില്ലേ? നീ ഇവിടെ 10 സ്ഥലം അവന്റെ പേർക്ക് വാങ്ങിയോ? അതല്ല വീട് വെച്ചോ? പിന്നെ എന്തിനാ എന്റെ മോനെ കടമാക്കേണ്ട ആവശ്യം? ഇവിടെ മര്യാദ ജോലിയില്ലേ? നിന്റെ ആർഭാടത്തിന് വേണ്ടിയില്ല എന്റെ കുട്ടിനെ ഗൾഫിലേക്ക് അയച്ചത്. അയച്ചു കൊടുക്ക പൈസ. അവന്റെ അനിയന് വലിയ ജോലിയായപ്പോ നിനക്ക് ഭയങ്കര അസൂയ അല്ലേ? അവൾക്ക് ഇത്ര ഉണ്ടായിട്ട് കൂടി നിന്നെ പോലെ കോപ്പറേറ്റങ്ങളെ കുട്ടി കാണിച്ചു കൂട്ടിയിട്ടില്ല. ഇപ്പൊ അവള് ഭർത്താവിന്റെ അടുത്ത് UK പോയി സുഖമായിട്ടിരിക്കുന്നു. ഇത് അവരിപ്പോ ഗൾഫിൽ തിരിച്ചും വരുന്നു. സമാധാനമായി എനിക്ക്? ഭർത്താക്കന്മാരുടെ വരുമാനം അനുസരിച്ചിട്ട് വേണം പെണ്ണുങ്ങൾ ജീവിക്കാൻ. അല്ലെങ്കിൽ അത് പോലെ നീയും ജോലിക്ക് പോകണമായിരുന്നു. എന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ നിന്റെ ഇമ്മാതിരി സ്വഭാവം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലേ കുടുംബം നശിച്ചു പോവില്ലേ?
മോനെ നീ വിഷമിക്കണ്ട. എന്നാ ഇത് പിടിക്ക്. എന്തിനാമേ? എന്റെ അക്കൗണ്ടിൽ നിന്ന് നോക്ക്. മോൻ ഇത്രയും വരെ അയച്ചു തന്ന പൈസ മുഴുവൻ അതിലുണ്ട്. 1 രൂപ പോലും ഞാൻ ചെലവാക്കിയിട്ടില്ല. പുതിയൊരു ജോലി എനിക്ക് കണ്ടുപിടിക്കുന്നവരെ എനിക്ക് ആവശ്യങ്ങൾ ഒരുപാട് ഉണ്ടാവില്ലേ, അതിനുള്ള പൈസ മുഴുവൻ അതിലുണ്ട് മോനെ. പിന്നെ ഇതൊന്നും എന്റെ പൈസ അല്ല കേട്ടോ, മുഴുവൻ നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ.